വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു മാച്ചായിരുന്നു ഇന്നത്തെ ശ്രീലങ്ക പാകിസ്ഥാൻ മാച്ച്. 64 റൺസിന് ശ്രീലങ്കയെ പരാജയപ്പെടുത്താൻ പറ്റിയിരുന്നെങ്കിൽ പാകിസ്ഥാന് സെമി ടിക്കറ്റ് ഉറപ്പിക്കുന്ന ഒരു മാച്ചായിരുന്നു ഇന്നത്തത്. അതുപോലെ തന്നെ ശ്രീലങ്ക ഓൾറെഡി എലിമിനേറ്റഡ് ആയതാണ്. എന്നിരുന്നാലും ഒരു ആശ്വാസ ജയം തേടിയാണ് ശ്രീലങ്ക ഇറങ്ങുന്നത്. എന്നാൽ ടോസ് നേടിയ ശ്രീലങ്ക പാകിസ്ഥാൻ്റെ ബാറ്റിങ്ങിന് അയക്കുകയാണ്. എന്നാൽ അതൊരു തെറ്റായ തീരുമാനമായി എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചറിയാണ്. ഓപ്പണേഴ്സ് മികച്ച പാർട്ട്ണർഷിപ്പ്, ഓപ്പണിംഗ് വിക്കറ്റിൽ 176 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് ഫക്കർ സമനും ഷാഹിബ് സാദ ഫർഹാനും കുറിച്ചത്. ഫർഹാൻ 60 പന്തിൽ സെഞ്ചുറി അടിച്ചപ്പോൾ ഫക്കർ സമൻ 42 പന്തിൽ 84 റൺസാണ് എടുത്തത്. എന്നാൽ പിന്നീട് വന്ന പാകിസ്ഥാൻ ബാറ്റേഴ്സിനൊന്നും തന്നെ രണ്ടക്കം പോലും കടന്നില്ല എന്നുള്ളതാണ് അവരെ വലിയൊരു സ്കോറിലേക്ക്, അതായത് 230 മേലെയുള്ള സ്കോറിലേക്ക് പിടിച്ചു ഉയർത്താതിരുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീലങ്കയ്ക്ക് അതൊരു വലിയ ആശ്വാസമായിരുന്നു. ഡെപ്ത് ഓവേഴ്സിൽ അവർ കൃത്യമായിട്ട് കളിച്ചു എന്നുള്ളതാണ്. ബോളേഴ്സൊക്കെ തന്നെ അടി വാങ്ങിയപ്പോൾ മധുഷങ്കയുടെ പ്രകടനം മികച്ചതായി നമുക്ക് തോന്നും. കാരണം 4 ഓവറിൽ 33 റൺസ് വഴങ്ങി 3 വിക്കറ്റാണ് അദ്ദേഹം വീഴ്ത്തിയത്. ക്യാപ്റ്റൻ ആദ്യം 2 ഓവറിൽ കൃത്യമായി നല്ല റൺസൊക്കെ വഴങ്ങിയെങ്കിലും ഡെപ്ത് ഓവറിൽ അദ്ദേഹം നല്ല ബോളിംഗ് ആയിരുന്നു. 2 വിക്കറ്റാണ് അദ്ദേഹം ഡെപ്ത് ഓവറിൽ വീഴ്ത്തിയത്. അങ്ങനെ പാകിസ്ഥാൻ അവർ 212 റൺസിനാണ് ചുരുട്ടിക്കൂട്ടിയെന്ന് പറയാം. മറുപടി ബാറ്റിങ്ങിൽ ശ്രീലങ്കയ്ക്ക് തുടക്കത്തിൽ തന്നെ വിക്കറ്റ് നഷ്ടമായെങ്കിലും നിഷാരയും അസലങ്കയും അതുപോലെ രത്നായകയൊക്കെ അർദ്ധ സെഞ്ചുറിയൊക്കെ നേടി. രത്നായകയുടെ അർദ്ധ സെഞ്ചുറിയും മറ്റ് രണ്ടുപേരും കൃത്യമായ സപ്പോർട്ട് നൽകിയപ്പോൾ ശ്രീലങ്കയ്ക്ക് ശ്രീലങ്ക ഓക്കെ ജയിക്കാൻ ഉറച്ച് തന്നെയാണ് മത്സരത്തിലേക്ക് വരുന്നതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു കാണുന്ന കാഴ്ചയായിരുന്നു. എന്നാൽ പിന്നീട് പെട്ടെന്ന് വിക്കറ്റ് നഷ്ടപ്പെടുകയാണ്. ആർക്കും തന്നെ മധ്യനിരയിൽ വീണ്ടും ബാറ്റ്സ്മാൻമാർ പരാജയമായപ്പോൾ ക്യാപ്റ്റൻ തന്നെ വരികയാണ്. ക്യാപ്റ്റൻ ഒരറ്റത്ത് ശ്രീലങ്ക ഒരു പരാജയ ഭീതി അല്ലെങ്കിൽ വലിയ റൺസിന് മാർജിനിൽ തോന്നിയ ഘട്ടത്തിലാണ് ക്യാപ്റ്റൻ എത്തുന്നത്. ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റയാൾ പോരാട്ടം പിന്നീട് അവിടെ ഷണക കാണിക്കുന്നത്. 31 ബോളിൽ 76 റൺസാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. തികച്ചും ഇന്നത്തെ ഒരു മത്സരത്തിൽ ഒരു അമ്പയറിംഗ് പിഴവ് അല്ലെങ്കിൽ ലാസ്റ്റുള്ള ഒരു വൈഡ് വിളിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം തുടർച്ചയായ 6 അടിച്ചുകൊണ്ട് തന്നെ കളി ജയിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ 5 റൺസ് തോൽവിയിലാണ്. അതൊരു തീർച്ചയായിട്ടും ഒരു അമ്പയറിംഗ് ഒരു പിഴവ് അവിടെ ഉണ്ടായിരുന്നു. ഒരു വൈഡ് അദ്ദേഹം വിളിച്ചിരുന്നെങ്കിൽ പാകിസ്ഥാൻ ഒരു പക്ഷേ ഇന്ന് പരാജയപ്പെട്ടേനെ. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു കളി തന്നെയായിരുന്നു. അതിൽ പാകിസ്ഥാൻ ബോളേഴ്സും കണക്കിന് തല്ല് വാങ്ങി. അവസാന ഓവറിൽ ഷഹീൻ അഫ്രീഡി ഒരു മികച്ച സ്പെല്ലൊക്കെ അല്ലെങ്കിൽ ആ ഒരു അവസാന 2 ഓവറുകൾ നന്നായിട്ട് എറിഞ്ഞെങ്കിലും കാര്യമായിട്ട് അദ്ദേഹത്തിനും വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ കളിയിൽ സാധിച്ചിട്ടില്ല. എന്നാൽ അബ്രഹാം അഹമ്മദ് 4 ഓവറിൽ 23 റൺസ് വഴങ്ങി 3 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. മികച്ചൊരു പ്രകടനം തന്നെ എടുത്തു പറയേണ്ടതാണ്.